സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗവും വിൽപ്പനയും എല്ലാം നടക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലേക്ക് പോകേണ്ടതുണ്ട്. പോലീസ് എക്സൈസ് പരിശോധനകൾ ശക്തമായതോടെ ഉൾവലിഞ്ഞ കൊച്ചിയിലെ ലഹരി മാഫിയ സംഘങ്ങൾ കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളെ പ്രത്യേക ഹോട്ട്സ്പോട്ടുകളാക്കി പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. നേരത്തെ അടയാളപ്പെടുത്തിയ കൊച്ചി നഗരത്തിലെ 27 ഹോട്ട്സ്പോട്ടുകൾക്കൊപ്പം കൂടുതൽ സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകളാക്കിയിട്ടുണ്ട്. MDMA-യും ഹാഷിഷ് ഓയിലുമാണ് കൂടുതൽ പിടികൂടുന്നത്. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം നൈറ്റ് ലൈഫ് ഏറ്റവും കൂടുതൽ സജീവമായ ഒരു ഇടം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ലഹരി പാർട്ടികൾ കൂടി നടക്കുന്നുണ്ട് എന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പലയിടത്തും പരിശോധനകൾ നടത്തി വരികയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം പാർട്ടികൾ തടയാനും കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ടോ? അതേ ദേവിക, അതായത് ഹബ്ബുകൾ കേന്ദ്രീകരിച്ചുള്ള ആ ഒരു പരിശോധനയിലേക്കാണ് പോലീസ് കടന്നത്. കഴിഞ്ഞ രാത്രിയിലും, അതായത് ശനിയാഴ്ചകളിൽ രാത്രികാലങ്ങളിൽ പോലീസിന്റെ കോമ്പിംഗ് ഓപ്പറേഷൻ ഉണ്ട്. അതായത് പോലീസ് സംഘവും അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘവും നേതൃത്വത്തിലായിരിക്കും പരിശോധന നടത്തുക. പ്രത്യേകിച്ച് ഈ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത് നേരത്തെ മയക്കുമരുന്ന് കേസുകൾ കൂടുതലായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇടങ്ങളാണ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ 27 ഹോട്ട്സ്പോട്ട് ഇടങ്ങളാണ് കൊച്ചിയിൽ നഗരത്തിലെമ്പാടുമുള്ളത്. ഇത് കൂടാതെ തന്നെ കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സംഘം ശക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നൈറ്റ് പാർട്ടികൾ നടക്കുന്ന ഇടങ്ങൾ, ഹോട്ടലുകൾ, ഇവയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളും റെയ്ഡുകളും ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ശനിയാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ 300-ലധികം പേരാണ് പിടിയിലായിട്ടുള്ളത്. അതിൽ തന്നെ 193 കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ പൊതു ഇടത്തിൽ മദ്യപാനം, അതും കൂടുതലായിട്ട് കൊച്ചിയിൽ കണ്ടുവരുന്നുണ്ട്. നിലവിൽ 27 കേസുകളാണ് അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ലഹരി വിൽപ്പന, ലഹരി ഉപയോഗം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ 33ഓളം കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ലഹരി വിൽപ്പന നടത്തുന്ന സംഘങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ മയക്കുമരുന്ന് കേസുകളിൽ പിടികൂടപ്പെട്ട സംഘാംഗങ്ങൾ, ഇവരെ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ടാണ് ഈ ലഹരി വിൽപ്പന തടയുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ റോഡുകൾ കേന്ദ്രീകരിച്ച്, അതായത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ വാഹനങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ, വ്യക്തികളെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇവിടങ്ങളിൽ കൂടുതൽ കർക്കശമായിട്ടുള്ള പരിശോധനകൾ നടത്തുക, ഇതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൂടുതലായിട്ട് മട്ടാഞ്ചേരി ഭാഗങ്ങളിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. അവിടങ്ങളിൽ കൂടുതൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ട്, അതായത് പോലീസ് പട്രോളിംഗ് അടക്കം കർശനമാക്കിക്കൊണ്ടുള്ള പരിശോധനയിലേക്ക് പോലീസ് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതലായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ശനിയാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ 2.5 കിലോഗ്രാം കഞ്ചാവുമായിട്ടൊരു യുവാവിനെ പിടികൂടിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ നിർത്തിയിട്ട കാറിനുള്ളിൽ ലഹരി വിൽപ്പന, ലഹരി ഉപയോഗം, ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ മറൈൻ ഡ്രൈവിലടക്കം പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. 300-ലധികം, ഏകദേശം 550-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കൊച്ചിയിൽ ശനിയാഴ്ച രാത്രികാലങ്ങളിൽ പരിശോധന നടത്തുന്നത്. എന്തായാലും ലഹരി മുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് ഇത്തരത്തിലുള്ളൊരു കർമ്മ പദ്ധതിയിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ നിരീക്ഷണം എമ്പാടും ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘത്തിന്റെയും പരിശോധന കർക്കശമാക്കിയതോടുകൂടി ലഹരി സംഘങ്ങൾ ഒരു ഉൾവലിഞ്ഞ മട്ട് തന്നെയാണ്. അതായത് പ്രഥമമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഈ ലഹരി വിൽപ്പനയോ അല്ലെങ്കിൽ മറ്റ് ലഹരി ഉപയോഗമോ കൊണ്ടുവരാത്ത രീതിയിലുള്ള ഒരു ഉൾവലിയിലാണ് ഈ സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ നിരീക്ഷണം ശക്തമാക്കി ഇവരെ പിടികൂടാമെന്നുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അത്തരമൊരു അനുമാനമാണ് പോലീസ് സംഘത്തിനുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ശക്തമാക്കുകയും ചെയ്യും. ദേവിക. ശരി രേഷ്മ.